ഹായ് ഫ്രണ്ട്സ്, വറുത്തരച്ച ചെമ്മീൻ തീയിൽ തയ്യാറാക്കിയാലോ. ദിസ് ഇസ് ധന്യ സോണി ആൻഡ് വെൽക്കം ടു അവർ ധന്യാസ് വേൾഡ്. അപ്പോൾ നമുക്കതിന് വേണ്ട ചേരുവകൾ നോക്കാം. ഒരു തക്കാളി, കുറച്ച് ചെറിയ ഉള്ളിയും ഒരു ചെറിയ സവാളയും, നാളികേരം, പച്ചമുളക്, കറിവേപ്പില. അപ്പോൾ ചെറുള്ളി മാത്രമാണെങ്കിലും കുഴപ്പമില്ല, അപ്പോൾ ചെറുള്ളിയും ഒരു സവാള എടുത്താലും കുഴപ്പമില്ല. നമുക്ക് ആദ്യം തന്നെ ഇതിലോട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് നാളികേരവും ഒരു 3-4 ചെറിയുള്ളിയും 2-3 കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ ബ്രൗൺ നിറം ആകുന്നതുവരെ ഒന്ന് വറുത്തെടുക്കണം. നമുക്ക് ഇത് വറുത്തെടുത്ത് ഫസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ അരച്ചെടുക്കുമ്പോഴേക്കും ഇതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ടാവും. അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെച്ച് ബ്രൗൺ നിറം ആകുന്നതുവരെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ഒരു കപ്പ് നാളികേരമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ നാളികേരം ചിരകിയെടുത്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്തണ്ടേ. അപ്പോൾ എല്ലാം ഒരുപോലെ ഒന്ന് ബ്രൗൺ നിറം ആയിട്ട് വരാൻ അങ്ങനെ ചെയ്തത്. ഇപ്പോൾ നാളികേരമൊക്കെ നല്ലപോലെ ബ്രൗൺ നിറം ആയിട്ടുണ്ട്. നമുക്ക് ആ പാത്രം മാറ്റി വയ്ക്കാം. ഒരു മൺചട്ടി എടുത്ത് വയ്ക്കാം. അതിലോട്ട് ഒരു ടേബിൾ സ്പൂണും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചെറുള്ളിയും അതുപോലെ സവാളയും അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 10-20 ചെറുള്ളി എടുത്തിട്ടുണ്ട്, നീളത്തിൽ അരിഞ്ഞത് വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കാം. അത് പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയിടുക. ഉള്ളിയും സവാളയും നല്ലപോലെ വഴന്നു വന്നതിന് ശേഷം നമുക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കരിഞ്ഞു പോവാതെ മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇത് വഴറ്റിയെടുക്കുക. നല്ലപോലെ വഴന്നു വന്നതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു തക്കാളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 2 പച്ചമുളകും കട്ട് ചെയ്ത്, ഒരു കറിവേപ്പില തണ്ടും കട്ട് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. കൂടി വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒന്നാണ് ചെമ്മീൻ തീയൽ. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാർക്കും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ഉള്ളിയും സവാളയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ നല്ല പോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് പച്ചക്കുത്ത് മാറുമ്പോൾ നമുക്കതിലോട്ട് 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി നല്ലപോലെ ഒന്ന് മിക്സാക്കി അതിൻ്റെ പച്ചക്കുത്ത് മാറിയതിന് ശേഷം എരിവിന് ആവശ്യമുള്ള, ഞാനിപ്പോൾ 1 ടീസ്പൂണോളം മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും ചേർത്ത് നല്ലപോലെ ഒന്ന് പച്ചക്കുത്ത് മാറുന്നവർ വഴറ്റിയെടുക്കുക. ഞാനിവിടെ ഒരു 250 ഗ്രാം 1/4 കിലോളം ചെമ്മീനാണ് കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 200 ml വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സാക്കി മൂടി വെച്ച് ഒരു 6 മിനിറ്റ് നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ വറുത്ത് വെച്ച നാളികേരം മിക്സിയുടെ ജാറിലിട്ട് ചൂടാറുമ്പോൾ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇത്തിരി വെള്ളം വേണമെങ്കിൽ ചേർത്തിട്ട് അരച്ചെടുക്കാം. പിന്നെ നമ്മുടെ വാളംപുളി ചെറിയ നാരങ്ങ വലുപ്പത്തിൻ്റെ പകുതി എടുത്തിട്ട് നമ്മുടെ വാളംപുളി കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്തി വയ്ക്കുക. അതിനുശേഷം അരിച്ചെടുത്തിട്ട് നമ്മുടെ ഈ കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ചാറിൻ്റെ ആ ഗ്രേവിയുടെ അളവൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഒരു കറിവേപ്പിലയും കൂടി ഇട്ട് തീ ഓഫാക്കാവുന്നതാണ്. ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക, 1 ടീസ്പൂൺ കടുകിട, ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് പൊട്ടിച്ച ശേഷം ഓഫാക്കി കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ചേർത്തിരുന്നു, ഉപ്പ് കുറവുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് പുളിയും ഉപ്പൊക്കെ സെയിം ആക്കി എടുത്തതിന് ശേഷം വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ചെമ്മീൻ തീയൽ നിങ്ങൾക്കും തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.